സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മുടെ മുന്നത്തെ വീഡിയോ ഗൈസ് നമ്മുടെ ഐലൻഡ് ഉണ്ടല്ലോ, നമ്മുടെ ബിൽഡിങ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ആ ഐലൻഡ് നമ്മൾ ക്ലീൻ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ നമ്മുടെ ഫസ്റ്റത്തെ ഫാമായ വില്ലേജ് ഞാൻ അവിടെ നിന്ന് പൊട്ടിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ എല്ലാ ഫാംസും ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് അങ്ങനെ നമ്മൾ ഒരു ഫാം സെറ്റായി ഇവിടെ, അതുപോലെ നമുക്ക് ഓരോ ഫാമായിട്ട് ഇവിടെ സെറ്റ് ആക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെതർ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അതെ ഗൈസ്, നമുക്കിപ്പോൾ നമ്മുടെ ബിൽഡിങ്ങൊക്കെ നമ്മുടെ ഓരോ ബിൽഡിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് സോൾ സാൻഡിൻ്റെ ആവശ്യം വരും. കാരണം വാട്ടർ വാട്ടർ ഉണ്ടാക്കണമെങ്കിൽ സോൾ സാൻഡ് വേണം, നമ്മളൊരു അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ സോൾ സാൻഡ് വേണം. നമ്മുടെ കുറച്ച് സോൾ സാൻഡ് ഇരിക്കുന്നുണ്ട് ഗൈസ്, നമുക്ക് നെതർ വാട്സ് പൊട്ടിക്കാൻ പോയി കിട്ടിയത്. അതല്ലാണ്ട് വേറെ സോൾ സാൻഡ് കിട്ടിയിട്ടില്ല നമുക്ക് ഇതുവരെ. പിന്നെ നമുക്ക് അല്ലെങ്കിൽ മറ്റേ പിഗ്ലിൻസ് ആയിട്ട് ട്രേഡ് ചെയ്തെടുക്കണം ഗൈസ്. അത് കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ് ഗൈസ്. അത് നമ്മളിപ്പോൾ നെതറിൽ കൂട്ടിയാൻ പോകുന്നത്. ഡയമണ്ട് ആർമർ ആക്കണം ഗൈസ്. ഞാൻ അയൺ ആർമറാണ് ഉള്ളത്. ഡയമണ്ട് ആർമർ ലൈഫ് അത്യാവശ്യം എല്ലാത്തിനും ഉണ്ട്. നമുക്ക് ഹെൽമെറ്റ് ഇത് മാത്രം പുതിയതെടുക്കാനുള്ള രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ലെഗിൻസിനാണ് ഗൈസ് ലൈഫ് കൊടുക്കണേ. അത് തിങ്സ് സീനില്ലാന്ന് തോന്നുന്നു. നമുക്ക് ആ ഡയമണ്ടിൻ്റെ ആർമർ ഇട്ടാലോ? ഡയമണ്ടിൻ്റെ ഇടാം ഗൈസ്, ഇതൊരു നല്ല കാര്യത്തിന് പോകല്ലേ. ഓക്കെ, നമ്മളിനി നേരെ നെതറി പോകണേ. ഞാൻ പറഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാന്നാണ് ഗൈസ് വിചാരിക്കണേ. നടന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒന്നും തീരില്ല ഗൈസ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ചെറുതായിട്ടൊരു ചെറിയ ഫാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ലാവയുടെ ജനറേറ്റർ പോലെ ഇൻഫിനിറ്റ് ആയിട്ട് ലാവ് കിട്ടാനായിട്ട്. ഞാൻ കുറച്ച് എപ്പിസോഡ് മുന്നേ ഉണ്ടാക്കിയതാണ്. നമ്മൾ അയൺ ഫാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാണ്. അത് നിങ്ങൾ പറയാൻ മറന്നു ഗൈസ്. അങ്ങനെ ഇടങ്ങൾ തന്നെ പോകും ഗൈസ്. ഇവിടെയാണ് കുറച്ചുകൂടെ ഓപ്പൺ ആയ സ്ഥലം കാണണേ. പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ പതുക്കെ പോകും ഗൈസ്. അധികം യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫുൾ ഓബ്സ്റ്റക്കിൾസ് ആവും ഗൈസ്. നമ്മൾ മിക്കവാറും എവിടെയൊക്കെ ഇടിച്ചാൽ ചാൻസ് കൂടുതല. ഓ, ഫസ്റ്റ് തന്നെ ലാവൻ മോൺ ഇടിച്ചു. ഇവിടെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് സോൾ സാൻഡിൻ്റെ ഭയം കണ്ടിട്ടില്ല. സോൾ സാൻഡിൻ്റെ ഭയം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഗൈസ്. പച്ച കളറുള്ള തീയൊക്കെ കാണാൻ പറ്റും, വേഗം മനസ്സിലാവും സോൾ സാൻഡിന് ഭയം എത്തി കഴിഞ്ഞാൽ. ഒരു ചുറ്റി നോക്കി നടന്നാൽ മതി ഗൈസ്. ഇവിടെ കുഞ്ഞു വഴി ഉണ്ടല്ലോ. സെറ്റ് മോനെ, ഇത് ഭാഷനല്ലേ? ഇവിടെ നിന്ന് ഭാഷ കണ്ടുപിടിച്ചാ? അയ്യോ, ഇപ്പം എൻ്റെ മോൻ പാതി ലൈഫ് പോയി ഗൈസ്. നമ്മൾ സോൾ സാൻഡ് കണ്ടുപിടിക്കാൻ വന്നതാണ്. ഭാഷ കണ്ടുപിടിച്ചു, സോൾ സാൻഡ് കിട്ടിയില്ല ഇതുവരെ. അമ്മേ, എൻ്റെ അടുത്ത് കാര്യം വരുന്നുണ്ട്. ആ പിക്കിൾസ് തന്നുകൊണ്ട് ഞാൻ പോയി. ഓക്കെ, സോൾ സാൻഡ് അവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ തപ്പി വന്ന സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അവിടെ പച്ചത്തീ കാണാണ്ട്. പച്ചത്തീ നീല കളറല്ല, അത് പച്ചയല്ല. മറ്റേ ആർമൊന്ന് സ്വിച്ച് ചെയ്തേ. അവിടെ ചിലപ്പോൾ സ്കെൽറ്റൻസ് ഉണ്ടാവും ഗൈസ്, പറയാൻ പറ്റില്ല. സോൾ സാൻഡിൻ്റെ ഭയം എത്തിയിട്ടുണ്ട് നമ്മൾ. പിന്നെ ഗൈസ് നമ്മളിവിടെ ഗാസ്റ്റിൻ്റെ അപ്ഡേറ്റ് വന്നില്ലേ? മിക്കവാറും ഗാസ്റ്റ് ഇങ്ങനത്തെ കള്ളുകളുടെ ഇടയിൽ ഉണ്ടാവാറുണ്ടല്ലോ, കാണാനില്ലേ? ഇത് സ്പോണായിട്ടില്ലേ? ഇങ്ങനെ കള്ളുകളുടെ ഉള്ളിൽ ഗാസ്റ്റ് ഉണ്ടാവാറുണ്ട്. സ്കെൽട്ടൻ നിൽക്കുന്ന ചേട്ടൻ മേലേക്ക് പറഞ്ഞ് പോണാ പോയി നോക്കാല്ലേ? ഇവിടെ നിറച്ച് സ്കെൽട്ടൻസാണ്. ഞാൻ പെട്ട്. ഓക്കെ, നിറച്ച് സ്കെൽട്ടൻസിന് കാണാണ്ട് ഇവിടെ വിമാനെ കൊണ്ട് കട്ടായല്ല. ഒട്ടടിച്ചെത്തവര് അവിടെ ഇങ്ങനെ സ്കെൽട്ടൻസ് ഉണ്ട്. ആരില്ലല്ല. ഓക്കെ, ഷെവലെടുത്ത് എല്ലാം പൊട്ടിച്ചെടുത്തോ. കുറച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ പോയി. നമ്മൾ പിന്നെ വരാൻ നിൽക്കണ്ടേ? സാക്ക് തലക്കധികം പൊടിച്ചിട്ട് പോവാ. ഒരു സാക്കൊക്കെ മതിയാവും ഗൈസ് എന്തായാലും. ഓക്കെ, ഒരു സാക്ക് ആയിട്ട്. ഓക്കെ, ഇവിടെ ഉണ്ട് ഹാപ്പി ഗാസ്റ്റ്. ഇവിടെ ഉണ്ട് വേറെ ചെയ്യുന്നില്ല. നമുക്ക് കിട്ടിയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ യൂസ് ഒന്നും ഇല്ല ഗൈസ്. നമുക്ക് ബിൽഡ് ചെയ്യുമ്പോൾ കുറച്ച് ഉപകരിക്കും. നമ്മുടെ ഇലക്ട്രി ഉണ്ട്, അതുകൊണ്ട് അധികം സീൻ വരണില്ല. അധികം യൂസ് ഒന്നും വരില്ല ഗൈസിൻ്റെ. ഓക്കെ, നമ്മളവിടെ ബാസ്റ്റൺ ഉണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ബാസ്റ്റൺ കൂട്ടിയാൽ നിൽക്കണം. കുറച്ച് സീനാണ് ഗൈസ് ബാസ്റ്റൺ. അയ്യോ, ചത്തില്ലേ ഭാഗ്യം. ഓ അതെന്താ ഇവിടെ ഞാണേ? ഇത്ര താഴ്ചയിലോ പോടാ. ഇതിനെ ഡ്രോപ്പ് ചെയ്തോ? ഒന്നും ചെയ്തില്ല ഗൈസ്, വെറുതെ മുതലേണ്ടി വന്നു. ഇത്ര താഴ്ചയിൽ നിൽക്കണം ഗാസ്റ്റ്. നമ്മൾ ബാസിനെ ലൂട്ടിയാൽ നിൽക്കണം ഗൈസ്. ബാസിന് വേണ്ടി കുറച്ച് റിസ്ക് ആണ്. ഇതിന് വന്നല്ലേ ഗൈസ്, നമ്മൾ ലൂട്ടി ചെയ്ത് നോക്കിയിട്ട് പോവാ. കാര്യക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു പ്രശ്നമില്ല. എല്ലാം സെറ്റാണ്. അയ്യോ, ശവന്മാരാണ് നമ്മൾ സൂക്ഷിക്കണ്ടേ ആ സാധനത്തിനെ. അതിന് ഒടുക്കത്തെ ഡാമേജ് ആയിരുന്നില്ല ഗൈസ്. അത് ലെറ്റർ മാറ്റിയിട്ടാ. ഓക്കെ, ഇവിടെ തന്നെ ചെസ്റ്റ് ഉണ്ടല്ല. സോൾ സ്പീഡ് തിരിക്കടാ. ഫസ്റ്റ് തന്നെ കിട്ടിയ 10 മിനിറ്റ് നിങ്ങളണ്ടാ, ഞാൻ പൊട്ടിച്ചെടുത്താ പോലെ. ഓക്കെ, ഫസ്റ്റ് തന്നെ കിട്ടിയത് സോൾ സ്പീഡ് 3യും എന്തൊരു സ്മെൽറ്റ് കംപ്ലീറ്റ് ഗൈസ്. എൻ്റെ യൂസിങ് കാരണമുണ്ടോ അത് ഞാൻ ശ്രദ്ധിക്കണില്ല ഗൈസ്. എന്ത് റൂട്ടല്ലേ നമ്മൾ കൊല്ലാൻ വരാത്തെ? വലിയ സീനില്ല, ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. അത് പ്രോസസ് അല്ലേ? അവിടെ നിന്നോ കടിയിലാണ് ഗൈസ് നമുക്ക് എടുക്കണ സാധനം. നമുക്ക് വേണ്ട സാധനം അടിയിലാണ്. അങ്ങനെ അടിയിൽ പോകുന്നത് കുറച്ച് റിസ്ക് ആണോ എന്ന് ഞാൻ ആലോചിക്കും.
അടിയിൽ പോയി കഴിഞ്ഞാൽ മേലേക്ക് പറന്നു പോകാനായിട്ട് ഓട്ടയും കാണാല്ലേ ഗൈസ്. നമ്മൾ ചാടുമ്പോൾ ഗ്ലൈഡ് ചെയ്യണ്, അവിടെ പോയി ലാൻഡ് ചെയ്യണ്, വെയിറ്റ് ചെയ്യുക. അവിടെ നിന്ന് ചാടുന്നതല്ല കുറച്ചുകൂടി സെക്യൂർ. ചേട്ടാ റൂട്ടിക്കണ്ട, ഞാൻ ശല്യപ്പെടുത്താൻ നിൽക്കുന്നത്. ഇവിടെ തന്നെ ചാടാം നമുക്ക്. അടിക്കോ, ഗ്ലൈഡ് ചെയ്തോ ഗ്ലൈഡ് ചെയ്തോ ഗ്ലൈഡ് ചെയ്തോ, പതുക്കെ പതുക്കെ. ഇവിടെ ലേറ്ററാ. എൻ്റെ ആർമർ, എൻ്റെ ഡയമണ്ടിൻ്റെ ആർമർ പോയി. എൻ്റെ ലേറ്റർ പോയി.